ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത്. അപ്പോൾ പാലപ്പം, അതുപോലെ തന്നെ പൊറോട്ട, പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് എഗ് ബട്ടർ മസാല റെസിപ്പി. അപ്പോൾ ഇതിൽ ക്രീമൊന്നും ചേർക്കാതെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയിട്ടെടുക്കുക. ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും കരിഞ്ഞു പോകരുത്, ആ രീതിയിലൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മുട്ട വരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഞാനിത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് സെയിം ഓയിലിൽ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടി, 2 ഏലക്കയും 2 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നാലാണ് കുറച്ച് ഗ്രേവിയൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയല്ല ഇവിടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം നല്ലോണം എരിവുള്ള മുളകും ചേർത്തിട്ടുണ്ട്, 2 എണ്ണം പിരിയൻ മുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളറിനനുസരിച്ചിട്ട് പിരിയൻ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് സാദാ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെങ്കിൽ പിന്നെ എരിവുള്ള മുളക് 2 എണ്ണം കൂടി കൂടുതലെടുക്കുക. ഇത് ശരിക്കും ഒരുപാടൊന്നും എരിവുള്ള കറിയല്ല കേട്ടോ. ഇനി കുറച്ച് നേരം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ അതുപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ തന്നെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ തണുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഇച്ചിരി സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക.
മസാലയിൽ ചെറുതായിട്ട് ഇങ്ങനെ സവാള എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഇട്ടിട്ട് വീണ്ടും വഴറ്റിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നു, അതുവരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ മസാല വഴറ്റി വെച്ചത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവാള വഴന്നു വരുന്ന ടൈം കൊണ്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് അരക്കണതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് മൂന്നും ഞാനിതിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അരച്ച് കഴിഞ്ഞാൽ ഒരു കുത്തുന്ന ടേസ്റ്റാണ്. അപ്പോൾ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കാണുമല്ലോ, അപ്പോൾ നമുക്കത് നീക്കം ചെയ്യാം. നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ അതും കൂടി ഇട്ടിട്ടുണ്ട് അരച്ചെടുത്താൽ മതി, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്കൊരു 10 കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം വീഡിയോ എടുക്കാനും മറന്നുപോയി. ഇത് കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് അരച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് മുട്ടയിൽ ഈ ഗ്രേവിയൊക്കെ പിടിച്ച് വരുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം. ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, ഉലുവയുടെ ഇല. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ എഗ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ഏത് ബൗളിലേക്കാണ് സെർവ് ചെയ്യുന്നത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് നമ്മളിതിൽ മല്ലിയിലൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.